ഹരേ തമാശ്രീ ഗുരുവായൂരപ്പ ശരണം. ഒരു പുതിയ കഥയിലേക്ക് കിടക്കുകയാണ് നമ്മൾ കേട്ടോ. അജിനാവതി പരിണയം. ഒരാളുടെ പേര് അജിനാവതി. ദുഷ്യമൂകാചലത്തിലാണ് നരവാഹനത്തനേകനായിരിക്കുന്നത്. ആ സമയത്ത് ഭാര്യയായ പ്രഭാവതി അവിടെ വന്നു. തന്റെ മായാജാലം ക്ഷയിച്ച് പുരുഷരൂപം കൈക്കൊണ്ട നരവാഹനദത്തനെ മാനസവേഗൻ ഹിംസിക്കാൻ ഒരുങ്ങുന്നതറിഞ്ഞ് താൻ തന്നെയാണ് മായാവിദ്യ പ്രയോഗിച്ച് ഭൈരവനായി അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്നും പ്രഭാവതി പറഞ്ഞു ഭാര്യ. തുടർന്ന് ഇരുവരും അവിടെ പമ്പാസരത്തിൽ കുളിച്ചും ഫലമൂലാദികൾ ഭക്ഷിച്ചും ഗുഹകളിലും മറ്റും ഉറങ്ങിയും പണ്ട് ശ്രീരാമനും സീതയും വനവാസം നടത്തിയതുപോലെ ജീവിച്ചും അവരിരുവരും രാമകഥകൾ പറഞ്ഞു രസിച്ചു കൊണ്ടിരുന്നു. ഒരാൾ പറയാനും ഒരാൾ കേൾക്കാനും അങ്ങനെ പരസ്പരം പറയാനും കേൾക്കാനും ഒക്കെയുള്ള മനസ്സുണ്ടെങ്കിൽ സന്തോഷം തന്നെയല്ലേ അത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം വിദ്യാധരി മാതാവായ ധനവതിയും പുത്രിയായ അജിനാവതിയും കൂടെ അവിടെ വന്നു. പ്രഭാവതിയും അജിനാവതിയും കൂട്ടുകാരികളുമാണ്. ധനവതി നരവാഹനദത്തനോട് തന്റെ പുത്രിയെ വിവാഹം കഴിക്കാൻ അപേക്ഷിക്കുകയും അതനുസരിച്ച് വിവാഹം നടക്കുകയും ചെയ്തു. പറയുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ചുള്ളൂ. അതാണ് വലിയ തമാശ. പിറ്റേന്ന് ധനവതി പറഞ്ഞു, മകനെ, നീ ഇവിടെ തുടർന്ന് താമസിക്കുന്നത് ശരിയല്ല. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മൂവരും ഉടനെ കൗശാംബിയിലേക്ക് മടങ്ങിപ്പോകണമെന്ന്. ആ സപത്നിയോടൊരു വിരോധവും ഒന്നുമില്ല. അങ്ങനെ അത്ര ഉണ്ടെങ്കിൽ കഴിക്കാതെ തന്നെ. ഞാൻ പിന്നീട് എൻ്റെ മകൻ ചണ്ഡസിംഹനോടും വേണ്ടത്ര വിദ്യാധര സൈന്യത്തോടുമൊപ്പം അവിടെ വന്ന് കൊള്ളാം എന്ന് പറഞ്ഞു. കൗശാംബിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞവർ അന്തർധാനം ചെയ്തു. ഭാര്യമാരായ വിദ്യാധരിമാരുടെ ദിവ്യശക്തിയാൽ അവർ മൂവരും ആകാശചാരികളായി കൗശാംബിയിൽ മടങ്ങിയെത്തി. വത്സരാജനും വാസവദത്ത, പത്മാവതി എന്നീ റാണിമാരും നരവാഹനദത്തന്റെ ഭാര്യമാരും മന്ത്രിമാരും മന്ത്രിപുത്രന്മാരും ഒക്കെ ചേർന്ന് ഒരാർഭാടപൂർവ്വം നിറവേറ്റു. ഈ അവസരത്തിൽ മാനസവേഗന്റെ സഹോദരിയും നരവാഹനദത്തന്റെ ഭാര്യയുമായ വേഗവതി അവിടെ എത്തി. അവളെയും അദ്ദേഹം സ്വീകരിച്ച് മറ്റു ഭാര്യമാർക്കൊപ്പം ഇരുത്തി ആദരിച്ചു. പ്രഭാവതിയുടെ പിതാവ് പിംഗല, ഗാന്ധാരൻ, വായുപഥൻ, ഹേമപ്രഭൻ, വജ്രപ്രഭൻ, ഗന്ധർവരാജാവായ സാഗരദത്തന്റെ പുത്രി ഗന്ധർവദത്ത, പുത്രൻ ചിത്രാംഗരൻ തുടങ്ങിയവരും എത്തിച്ചേർന്നു. ഒരുപാട് ആൾക്കാർ വന്നു ചേർന്നു അർത്ഥം. എല്ലാവരെയും വത്സരാജനെ യഥായോഗ്യം ഉപചരിച്ച് ആസനസ്ഥരാക്കി. തുടർന്ന് പിംഗളഗാന്ധാരെന്ന വിദ്യാധരപതി തന്റെ ജാമാതാവായ നരവാഹനത്തിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു. എപ്രകാരം? പ്രിയപുത്ര, വിദ്യാധര കുലത്തിന് ചക്രവർത്തിയാകാൻ ദേവന്മാർ സൃഷ്ടിച്ചതാണ് നിന്നെ. അക്കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ടാകൂട്ടോ. വിദ്യാധര ലോകത്തെക്കുറിച്ച് നീ അറിയേണ്ട കാര്യം പറയാം. ഹിമവാനിലുള്ള വിദ്യാധര രാജ്യങ്ങളിൽ ഉത്തരാർത്ഥം ദക്ഷിണാർത്ഥം എന്നീ 2 വിഭാഗങ്ങളിൽ കിടക്കുകയാണ്. ഈ അർത്ഥങ്ങളിൽ ഓരോന്നിലും അനേകം ശൃംഗങ്ങളും അവിടവിടെ പ്രത്യേകം ഭരണാധികാരികളുമുണ്ട്. ഉത്തരാർത്ഥത്തിന്റെ മുഴുവനായ ആധിപത്യം ലഭിക്കാനായി ഇവിടെ ഇരിക്കുന്ന അമിതഗതി പരമശിവനെ പ്രസാദിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് നരവാഹനദത്തനെ നിങ്ങളുടെ എല്ലാം ചക്രവർത്തിയെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നറിയിച്ചു. അത് കേട്ട് നിന്നെ സേവിക്കാനായി അമിതഗതിയും മറ്റും ഇവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ മന്ദാരദേവൻ, ഗൗരിമുണ്ടൻ, മാനസവേഗൻ തുടങ്ങിയ ശക്തരും ദുഷ്ടരുമായ പ്രതിയോഗികളെ നമുക്ക് നേരിടേണ്ടതുണ്ട്. അതിനാവശ്യമായ ദിവ്യശക്തി വർദ്ധിപ്പിക്കുകയാണ് ഉടനെ വേണ്ടത് എന്ന് പറഞ്ഞു ഭാര്യയുടെ അച്ഛൻ. പിംഗളഗാന്ധാരൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ധനവതി പറഞ്ഞു, മകനെ, ആ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഉടനെ നീ സിദ്ധക്ഷേത്രത്തിൽ പോയി ശ്രീപരമേശ്വരനെ ഭജിക്കണം. ഈശ്വരാധീനമില്ലാതെ ആർക്കും ഒന്നും നേടാനാവില്ല. അതനുസരിച്ച് നരവാഹനത്തിന് ഈശ്വര ഭജനത്തിനായി എല്ലാവരെയും നമസ്കരിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി പുറപ്പെട്ടു. അദ്ദേഹം അമിതഗതി എന്ന വിദ്യാധരാധിപതി നിർമ്മിച്ച ദിവ്യ വിമാനത്തിലാണ് പുറപ്പെട്ടത്. ഭാര്യമാരും സജീവന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചു. സമുദ്രം അലയടിക്കും പോലെ വിദ്യാധര സൈന്യവും അദ്ദേഹത്തെ പിന്തുടർന്നു. നിമിഷമാത്രയിൽ സിദ്ധക്ഷേത്രത്തിലെത്തിയ നരവാഹനദത്തൻ ആടയാഭരണങ്ങൾ അഴിച്ചുമാറ്റി മരവുരിയും ജടയും ധരിച്ച് വെറും നിലത്ത് ശയിച്ചും ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടും കടുത്ത നിഷ്ഠയോടെ ഈശ്വരഭജനം ആരംഭിച്ചു. മഹാദേവനെ കുറിച്ച് വ്രതം എടുത്തു. അദ്ദേഹത്തിന് ഏകാന്തത നഷ്ടപ്പെടാതെയും ശത്രുക്കളുടെ ആക്രമണം ഏൽക്കാതെയും ശ്രദ്ധിച്ചുകൊണ്ട്
മറ്റുള്ളവരും അകലെ മാറി നിന്നിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞതുപോലെ വിദ്യാധര സേന ഇരമ്പി വന്നു. അത് കണ്ട ധനവതി ദേവി ഇത് മാനസവേഗനും ഗൗരിമുണ്ടനും കൂടി നടത്തുന്ന ആക്രമണമാണ് എന്ന് പറഞ്ഞു. നിമിഷാർത്ഥത്തിൽ അവരിരുവരും സേനയുടെ മുന്നിൽ പ്രത്യക്ഷരായി. അയാൾ ആക്രമണം തുടങ്ങിയതും നരവാഹനദത്തന്റെ പക്ഷത്തുള്ള ചണ്ഡസിംഹൻ, അമിതഗതി, വായുപഥൻ, പിങ്കളാധാരൻ എന്നിവർ ചേർന്ന് അയാളെ നേരിട്ടു. ഗൗരിമുണ്ടൻ പരാജയം മുന്നിൽ കണ്ടപ്പോൾ തന്റെ ഉപാസനാമൂർത്തിയായ ദേവിയെ ധ്യാനിച്ചു. ഉടനെ ത്രിശൂലധാരിണിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് നരവാഹനദത്തന്റെ സൈന്യത്തെ മോഹാലസ്യത്തിലാഴ്ത്തി. അപ്പോൾ ഗൗരിമുണ്ടൻ അട്ടഹസിച്ചുകൊണ്ട് നരവാഹനദത്തന്റെ നേർക്കടുത്തു. ദ്വന്ദ്വയുദ്ധത്തിൽ പരാജിതനായ ഗൗരിമുണ്ടൻ മായാജാലം കാട്ടി നരവാഹനദത്തനെ കൊണ്ട് പറന്നു വരാൻ ശ്രമിച്ചു. ധനവതി ദേവി ഉണ്ടല്ലോ, അത് അതിലും ശക്തമായ വിദ്യയാൽ അത് തടഞ്ഞു. ഉടനെ അവൻ നരവാഹനദത്തനെ അഗ്നിപർവ്വതത്തിലേക്ക് എറിഞ്ഞു. ഈ സമയം മാനസവേഗൻ, ഗോമുഖൻ തുടങ്ങിയ മന്ത്രിമാരെ എല്ലാം തട്ടിക്കൊണ്ടുപോയി വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിർത്തി. ധനവതി ദേവി അത് മനസ്സിലാക്കി തന്റെ മന്ത്രശക്തിയാൽ അവരെല്ലാവരെയും തിരികെ ഭൂമിയിലെത്തിച്ചു. ഇതാർക്കുണ്ട് ഈ മന്ത്രവിദ്യ? മാനസവേഗൻ മദനമഞ്ജുകയെ സമീപിച്ച് എന്റെ ഭർത്താവ് യുദ്ധത്താൽ കൊല്ലപ്പെട്ടു, നിനക്ക് എന്നെ സ്വീകരിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് തന്റെ ഭർത്താവിനെ ആർക്കും കൊല്ലാനാവില്ലെന്നും പരമശിവന്റെ അനുഗ്രഹം നേടിയ അദ്ദേഹം ആരാലും ജയിക്കപ്പെടുകയുമില്ല എന്നും തറപ്പിച്ചു പറഞ്ഞു. ഈ സമയം അഗ്നിപർവ്വതത്തിലേക്ക് എറിയപ്പെട്ട നരവാഹനദത്തനെ ഒരു ദിവ്യപുരുഷൻ കയ്യിൽ വാങ്ങുകയും ഗംഗാതീരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അമൃതപ്രഭൻ എന്ന വിദ്യാധരനായിരുന്നു അത്. പരമശിവന്റെ നിയോഗമനുസരിച്ച് രക്ഷിക്കാൻ എത്തിയതാണെന്നും ഉടനെ കൈലാസത്തിൽ ചെന്നിരുന്ന് തപസ് തുടരണമെന്നും ആ ദിവ്യപുരുഷൻ നരവാഹനത്തിനോട് നിർദ്ദേശിച്ചു. തുടർന്ന് അദ്ദേഹം തന്നെ രാജകുമാരനെ കൈലാസത്തിൽ എത്തിക്കുകയും ചെയ്തു. കൈലാസത്തിലെത്തിയ നരവാഹനദത്തൻ ആദ്യം തന്നെ ഗണപതി ഭഗവാനെ ഭജിച്ച് പ്രസാദിപ്പിച്ചു. അനുവാദം വാങ്ങി മുകളിലേക്ക് കയറി ശിവമന്ദിരത്തിന്റെ ഗോപുരത്തിലെത്തി. അവിടെ ദ്വാരപാലകനായി നിന്നിരുന്ന നന്ദികേശനെ സ്തുതിച്ചു. നന്ദികേശ്വരന്റെ ഉപദേശം സ്വീകരിച്ച് അവിടെ ഇരുന്ന് ശ്രീ പരമേശ്വര പാർവതിമാരെ പൂജിച്ചു. അതൊരു ഉഗ്ര തപസ്സായിരുന്നു കേട്ടോ. ഭഗവാൻ വൈകാതെ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. നീ അഖില വിദ്യാധര ചക്രവർത്തിയായി തീരും. എന്നെ എതിർക്കുന്ന ശത്രുക്കളുടെ മന്ത്രവിദ്യ കൂടി നിനക്ക് സിദ്ധമാകുകയും അവർക്ക് നഷ്ടമാവുകയും ചെയ്യും. ആവശ്യം വരുമ്പോൾ എന്നെ ധ്യാനിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. സന്തുഷ്ടനായ നരവാഹനദത്തൻ പാർവതീ പരമേശ്വരന്മാരെ നമസ്കരിച്ച് പത്മവിമാനത്തിൽ കയറി അമിതഗതിയുടെ നഗരമായ വക്രപുരത്തെത്തി. അവിടെ അദ്ദേഹത്തിന് വൻ സ്വീകരണം ലഭിച്ചു. അമിതഗതി തന്റെ പുത്രിയായ സുലോചനയെ നരവാഹനദത്തന് വിവാഹം കഴിച്ചു കൊടുത്തു. അവരവിടെ സുഖമായി വസിച്ചു പോന്നു. ഒരു ദിവസം കയ്യിൽ ചൂരൽക്കോലുമായ ഒരു ദിവ്യ പുരുഷൻ ആകാശത്ത് നിറങ്ങി വന്ന് നരവാഹനദത്തനോട് ഇപ്രകാരം പറയുകയുണ്ടായി: പ്രഭു, എന്റെ പേര് പൗരരുചി ദേവൻ എന്നാകുന്നു. എന്താ വായിൽ പിടിക്കാതെ പേരും. ഞാൻ വിദ്യാധര ചക്രവർത്തിമാരുടെ പാലകനായിരിക്കുന്നയാളാണ്. ഇപ്പോൾ ചക്രവർത്തിയായി തീർന്നിരിക്കുന്ന അങ്ങയെ സേവിക്കാൻ വന്നതാണ് ഞാൻ. ഇത് കേട്ട് രാജകുമാരൻ അമിതഗതിയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹവും അംഗീകരിച്ചതനുസരിച്ച് അയാളെ തന്റെ സേവകനാക്കി. അപ്പോഴേക്കും ധനവതി ദിവ്യജ്ഞാനത്തിൽ നരവാഹനദത്തൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് പ്രഭാവതി, വേഗവതി തുടങ്ങിയ വധുക്കളോടും പിങ്കളകാന്ധാരൻ, വായുപഥൻ, ചിത്രാംഗതൻ തുടങ്ങിയ വിദ്യാധരാധിപതികളോടും കൂടി ആകാശമാർഗേണ എത്തിച്ചേർന്നു. സർവരെയും സാദരം സ്വീകരിച്ച് ആദരിച്ചു രാജകുമാരൻ. തന്റെ സുഹൃത്തുക്കൾ എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചു. അവരെ ശത്രുക്കൾ കൊണ്ടുപോയതും തന്റെ ദിവ്യശക്തിയാൽ തിരിച്ചു ഭൂമിയിലെത്തിച്ചതും ധനവതി വിവരിച്ചു. തുടർന്ന് എല്ലാവരെയും രാജകുമാരന്റെ മുമ്പാകെ എത്തിച്ചു. ഇത്രയും കാലം എവിടെ, എങ്ങനെ കഴിയുകയായിരുന്നുവെന്ന് രാജകുമാരൻ ചോദിച്ചപ്പോൾ ഗോമുഖൻ പറയാൻ തുടങ്ങി. ഗോമുഖനാണ് കഥ പറയുന്ന കുറച്ചധികം സാമർത്ഥ്യം. ശത്രുവിനാൽ എടുത്തെറിയപ്പെട്ട എന്നെ ഏതോ ഒരു ദേവത രക്ഷിച്ചൊരു വനത്തിൽ കൊണ്ടുവിട്ടു. അതീവ ദുഃഖിതനായ ഞാൻ ഒരു അരുവിയിലേക്ക് ചാടി മരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു താപസൻ അടുത്തു വന്ന് തടഞ്ഞു. നിന്റെ പ്രഭുവിനെ വൈകാതെ നീ കണ്ടുമുട്ടും എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ആ താപസൻ സ്വന്തം കഥ പറയാൻ തുടങ്ങി. കുണ്ടിനപുരിയിൽ ജനിച്ച നാഗസ്വാമി എന്ന ബ്രാഹ്മണനാണ് ഞാൻ. ബാല്യത്തിൽ തന്നെ പിതാവ് മരിച്ചുപോയതിനാൽ ഞാൻ വിദ്യാഭ്യാസാർത്ഥം പാടലീപുത്രത്തിലെത്തി. ജയദത്തൻ എന്ന ഉപാധ്യായന്റെ സംരക്ഷണയിൽ കഴിഞ്ഞു. പഠനത്തിൽ ഞാൻ വളരെ പിന്നോക്കമായിരുന്നു. സഹപാഠികളുടെയും ഗുരുനാഥന്റെയും
പരിഹാസം സഹിക്കാനാവാതെ വിന്ധ്യാവാസിനിയെ ഭജിക്കാനായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പഠിക്കാൻ പറ്റാത്തോണ്ട്. ആ യാത്രയിൽ വക്രലോകം എന്ന നഗരത്തിലെത്തി. ഒരു വീട്ടിൽ ചെന്ന് വിശപ്പിനുള്ള അന്നം യാചിച്ചു. ആ വീട്ടിലെ ഗൃഹനായിക എനിക്ക് ഭിക്ഷയും ഒരു ചെന്താമരപ്പൂവും തന്നു. അതുമായി അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗൃഹനായിക ഭിക്ഷയുമായി വന്ന്, അയ്യോ, അവൾ നിങ്ങളെയും പിടികൂടിയോ, കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ എന്ന് പറഞ്ഞത് വീട്ടിൽ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ചെന്താമരപ്പൂവല്ല, ഒരു മനുഷ്യകരമാണ്. നടുങ്ങിപ്പോയി ഞാൻ. അത് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് ആ വീട്ടമ്മയെ നമസ്കരിച്ചു. അമ്മേ, ആ പിശാചിനിയിൽ നിന്നും ജീവൻ രക്ഷിക്കാൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നിന്ന് 3 യോജന അകലെ കരത ഗ്രാമത്തിൽ ദേവരക്ഷിതൻ എന്നൊരു ബ്രാഹ്മണനുണ്ട്. അദ്ദേഹത്തിന് കാമധേനുവിനെ പോലെയുള്ളൊരു പശുവുണ്ട്. ആ പശുവിനെ ചെന്ന് ആശ്രയിച്ചോളൂ. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പിശാചിൽ നിന്ന് രക്ഷപ്പെടാം. ഇന്നത്തെ രാത്രി മാത്രം. അയ്യോ! ഞാൻ ഉടനെ ഓടിച്ചെന്ന ദിവ്യപശുവിനെ ശരണം പ്രാപിച്ചു. രാത്രിയായപ്പോൾ ആ ദുഷ്ടപിശാചിന് അവളുടെ സഹായികളോടൊപ്പം എന്നെ പിടിക്കാൻ വന്നു. പക്ഷേ ആ ഗോമാതാവ് അവരെ ഓടിച്ചു കളഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ആ പശു എന്നോട് ഇങ്ങനെ പറഞ്ഞു, മകനെ, ഇനി നിന്നെ രക്ഷിക്കുവാൻ എനിക്കും സാധ്യമല്ലാട്ടോ. ഇവിടെ നിന്നും 5 യോജന ദൂരെ ഒരു വനപ്രദേശവും അവിടെ ഒരു ശിവാലയവും ഉണ്ട്. അവിടെ ഭൂതിശിവൻ എന്നൊരു ശിവയോഗി വസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അഭയം പ്രാപിച്ചാൽ നിന്നെ രക്ഷിക്കും. ഉടനെ തന്നെ ഞാൻ ആ ശിവയോഗിയെ കണ്ടെത്തി അഭയം പ്രാപിച്ചു. ആ രാത്രി പിശാചിനിയും കൂട്ടരും അവിടെ എത്തി എന്നെ പിടികൂടാൻ ശ്രമിച്ചു. ശിവയോഗി എന്തു ചെയ്തു എന്നോ? തന്റെ തൃശൂലം കൊണ്ട് അവരെ എതിർത്തോടിച്ചു. പിറ്റേന്ന് രാവിലെ ശിവയോഗി പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇന്നിനെ നിന്നെ രക്ഷിക്കാൻ എനിക്കാവില്ല. ഓരോ രാത്രിയാണ് ഓരോരാളെ രക്ഷിക്കുന്നത്. പാപം. ഇവിടെ നിന്ന് 10 യോജന ദൂരത്ത് സന്ധ്യാവാസം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ വസുമതി എന്നൊരു ബ്രാഹ്മണനുണ്ട്. വസുമതി, പെണ്ണിന്റെ പേര്. അദ്ദേഹത്തെ ചെന്ന് അഭയം പ്രാപിച്ചു കൊള്ളുക. 3 ദിവസം എനിക്ക് അവിടെ താമസിക്കാം. ഉടനെ ഞാൻ പുറപ്പെട്ടുവെങ്കിലും പകുതി ദൂരം നടന്നപ്പോഴേക്കും രാത്രിയായി. ആ പിശാചിനികൾ എന്നെ പിടികൂടി. അപ്പോൾ എവിടെ നിന്നോ എത്തിയ മറ്റൊരു കൂട്ടം പിശാചിനികൾ അവരോട് ഏറ്റുമുട്ടി. ആ യുദ്ധത്തിനിടയിൽ ഞാൻ പിടിവിട്ട് ദൂരെ തെറിച്ചു വീണു. അവിടെ അടുത്തൊരു വീട് കണ്ട് ഞാൻ ഓടി അതിൽ കയറി. അതിനുള്ളിൽ ദിവ്യരൂപിണിയായ ഒരു സ്ത്രീയും കുറെ തോഴിമാരും ഉണ്ടായിരുന്നു. ആ ദിവ്യ സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ സുമിത്ര എന്ന യക്ഷിണിയാണ്. ഒരു ശാപത്താൽ ഇവിടെ വന്നു പെട്ടതാണ്. ഒരു മനുഷ്യനുമായി ചേർന്ന ശാപമോക്ഷം ലഭിക്കുമെന്നാണ് പ്രവചനം. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. തുടർന്ന് ആ യക്ഷിണി എന്നെ ആർഭാടപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു. കുറെ കാലം അവിടെ അങ്ങനെ സുഖിച്ച് താമസിച്ചു ഞാൻ. ഒരു ദിവസം യക്ഷിണി എന്നോട് പറഞ്ഞു, എന്റെ ശാപമോക്ഷ കാലമായി, ഞാൻ പോവുകയാണ് കേട്ടോ. എന്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് സർവജ്ഞാന സിദ്ധി ഉണ്ടാകും. ഇവിടെ തന്നെ താമസിച്ചു കൊള്ളുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഈ വീട്ടിലെ നടുവിലത്തെ മുറി മാത്രം ഒരു കാരണവശാലും തുറക്കരുത്. ഇത്രയും പറഞ്ഞിട്ട് യക്ഷിണി അപ്രത്യക്ഷയായി. തുറക്കരുത് എന്ന് പറഞ്ഞ മുറി തുറന്നു നോക്കാനുള്ള പ്രേരണയെ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ ഞാനത് തുറന്നു നോക്കി. അതിനുള്ളിൽ ഒരു കുതിര നിൽപ്പുണ്ടായിരുന്നു. ഞാൻ മെല്ലെ അതിനെ സമീപിച്ചപ്പോൾ അതിനെ തൊഴിച്ചു ദൂരത്തെറിപ്പിച്ചു. വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ ശിവാലയത്തിൽ നിൽക്കുന്നതായി കണ്ടു. യക്ഷിണിയുടെ അനുഗ്രഹത്താൽ ത്രികാലജ്ഞാനം പോലും ലഭിച്ച ഞാൻ ഇവിടെ ഇങ്ങനെ കഴിയുന്നു. താങ്കൾ ഇവിടെ താമസിച്ചു കൊള്ളുക. പരമശിവൻ താങ്കളുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ഈ യക്ഷിണി പറഞ്ഞു. അങ്ങനെ ആ നാഗസ്വാമിയുടെ ഉപദേശപ്രകാരം അങ്ങയുടെ വരവും പ്രതീക്ഷിച്ച് ഞാൻ അവിടെ കഴിയുകയായിരുന്നു. കഴിഞ്ഞ രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട അങ്ങേക്ക് ദിവ്യസിദ്ധി ലഭിച്ചിരിക്കുന്നതായി അരുളി ചെയ്തു. പ്രഭാതത്തിൽ ഏതോ ഒരു ദിവ്യസ്ത്രീ എന്നെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്തു. ഇപ്രകാരം ഗോമുഖന്റെ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം മരുഭൂതിയുടെ അനുഭവങ്ങൾ പറയാൻ നരവാഹനദത്തൻ ആവശ്യപ്പെട്ടു. നിനക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ മാനസവേഗൻ വലിച്ചെറിഞ്ഞ് എന്നെ ഏതോ ഒരു ദേവത താങ്ങിയെടുത്ത് ഒരു വനപ്രദേശത്ത് എത്തിച്ചു. ഞാൻ ദുഃഖിതനായി അലഞ്ഞു നടക്കുമ്പോൾ ഒരാശ്രമം കണ്ടു. അവിടെ പത്മാസനത്തിലിരുന്ന് ജപിക്കുന്ന മഹർഷിയെ കണ്ട് അടുത്ത് ചെന്ന് നമസ്കരിച്ചു. നീ ആര്? മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഇവിടെ നീ എങ്ങനെ എത്തി എന്ന് ആ താപസൻ എന്നോട് ചോദിച്ചു. ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. ആ സമയം എല്ലാം ശരിയാകുമെന്ന് അദ്ദേഹം എന്നെ സമാശ്വസിപ്പിച്ചു. അടുത്ത ദിവസം അടുത്തുള്ള നദിയിൽ കുറെ ദിവ്യാംഗന്മാർ കുളിക്കാനെത്തി. വസ്ത്രങ്ങളെല്ലാം കരക്കഴിച്ചു വെച്ച് നീന്തിത്തുടിക്കുന്ന അവരിൽ ഒരുവളുടെ വസ്ത്രം എടുത്തു കൊണ്ടുവരാൻ മഹർഷി എന്നോട് പറഞ്ഞു.
ഞാൻ അപ്രകാരം ചെയ്തു. കുളി കഴിഞ്ഞ് വസ്ത്രം കാണാൻ ഒറ്റ വസ്ത്രധാരിയായി അവൾ വന്നപ്പോൾ നരവാഹനദത്തന്റെ വിവരങ്ങൾ അറിയിച്ചാൽ അയാൾ വസ്ത്രം മടക്കിത്തരുമെന്ന് താപസൻ പറഞ്ഞു. അപ്പോൾ നരവാഹനദത്തൻ ഇപ്പോൾ കൈലാസത്തിൽ പരമശിവനെ തപസ് ചെയ്യുകയാണ്. വൈകാതെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിദ്യാധര പദവി നേടും എന്നറിയിച്ചു. തുടർന്ന് അവൾ മഹർഷിയുടെ ഭാര്യയെ അവിടെ തന്നെ വസിച്ചു. ക്രമേണ അവൾ ഗർഭിണിയായി. ശാപകാലം പൂർത്തിയായതറിഞ്ഞവൾ തന്റെ ഗർഭപിണ്ഡം പുറത്തെടുത്ത് താപസന് നൽകിയിട്ട് പറഞ്ഞു, എന്റെ ശാപകാലം പൂർത്തിയായി. ഞാൻ വിദ്യാധര ലോകത്തേക്ക് പോകുന്നു. അങ്ങേക്ക് എന്നോടൊപ്പം ചേരണമെങ്കിൽ ഈ ഗർഭപിണ്ഡം നുറുക്കി അരിയും ചേർത്ത് വേവിച്ച് ഭക്ഷിച്ചാൽ മതി. അയ്യയ്യോ! അടുത്ത നിമിഷത്തിൽ അവൾ ആകാശത്തേക്ക് ഉയർന്നുപോയി. താപസനുടനെ ആ പിണ്ഡം നുറുക്കി അരിയും ചേർത്ത് വേവിച്ച് ഭക്ഷിച്ചു. കുറച്ച് എനിക്ക് തന്നെങ്കിൽ അറപ്പ് മൂലം ഞാനത് കഴിച്ചില്ല. അപ്പൊ എന്റെ ശാപകാലം പൂർത്തിയായി, ഞാൻ വിദ്യാധര ലോകത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്നിട്ട് അത് തിന്നാൻ ഞാൻ തിന്നില്ല, വൃത്തികേട് തോന്നിയിട്ട്. ആ പാത്രത്തിൽ അദ്ദേഹം ഉയർന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമായി. ആ പാത്രത്തിൽ 2 വറ്റുണ്ടായതെടുത്ത് ഞാൻ തിന്നു. ഉടനെ എനിക്ക് ചുറ്റും സ്വർണ്ണക്കട്ടകൾ ഉണ്ടായി വന്നു. ഞാനതെല്ലാം അടർത്തിയെടുത്ത് കൊണ്ട് നഗരത്തിലൊരു വേശ്യാഗൃഹത്തിലെത്തി. എന്റെ പക്കലുള്ള അമൂല്യ നിധി കണ്ട് അവരെന്നെ അകത്തേക്ക് ആനയിച്ചു. എന്റെ ഉള്ളിൽ നിന്നാണ് ആ സ്വർണം വരുന്നതെന്ന് കരുതി വീണ്ടും ലഭിക്കാനായി അവരെനിക്കെന്തോ പാനീയം കുടിക്കാൻ തന്നു. ഞാനത് കുടിച്ചതും ഛർദിച്ചു. അപ്പോൾ ഞാൻ ഭക്ഷിച്ച ചോറുമണികളുണ്ടല്ലോ 2 പത്മരാഗ കല്ലുകളായി പുറത്തു ചാടി. അത് തട്ടിയെടുത്തിട്ട് ആ വേശ്യകൾ എന്നെ അടിച്ചു പുറത്താക്കി. അവിടെ നിന്ന് ദുർഗാദേവി ഭജിക്കാമെന്ന് കരുതി ഞാൻ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി. കുറേ ദിവസം ഭജനം തുടർന്നപ്പോൾ ഒരു രാത്രി ദുർഗാദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ പ്രഭു വിദ്യാധര പദവി നേടിയിരിക്കുന്നു, വേഗം ചെന്ന് കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ ഒരു ദേവത അവിടെ എത്തി എന്നെ എടുത്തു കൊണ്ടുവന്ന് അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചു. പ്രഭു, ഇതാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് മരുഭൂതി പറഞ്ഞു നിർത്തി. അപ്പോൾ ഹരിശിഖൻ തന്റെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. അന്ന് ശത്രുവിനാൽ അജ്ഞാത ലോകത്തെറിയപ്പെട്ട എന്നെ ഒരു ദേവത എടുത്ത് ഉജ്ജയിനിയിൽ വിട്ടു. അവിടെയെല്ലാം അലഞ്ഞു നടന്ന വിഷാദമഗ്നനായ ഞാൻ ഒടുവിൽ അഗ്നിയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു. ഒരിടത്തൊരു അഗ്നികുണ്ഡം തയ്യാറാക്കി. ഇത് ചാടുവാൻ തുടങ്ങിയപ്പോൾ താലജംഘൻ എന്ന ഭൂതനാഥൻ എന്നെ തടഞ്ഞു. നീ എന്തിനു മരിക്കുന്നു? നിന്റെ പ്രഭു വിദ്യാധര പദവി നേടിക്കഴിഞ്ഞില്ലേ എന്നറിയിച്ചു. അത് കേട്ട് ആശ്വസിച്ച് പ്രാർത്ഥനയിൽ മുഴുകി എന്നൊരു ദേവത എടുത്ത് ഇവിടെ എത്തിച്ചു. ഇപ്രകാരം ഹരിശിഖൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അവരവരുടെ അനുഭവങ്ങൾ ഇതുപോലെ ചുരുക്കി പറഞ്ഞു കേൾപ്പിച്ചു. ആ അനുഭവങ്ങളൊക്കെ നമുക്ക് നാളെ കേൾക്കാം. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.